ഫൈൻഡ് Z പാരാമീറ്റേഴ്സ് ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. ഇപ്പൊ നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നമുക്ക് I1 ഡിറക്ഷൻ തന്നിട്ടുണ്ട്, I2 ഡിറക്ഷൻ തന്നിട്ടുണ്ട്. ഓൾസോ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2. ഇത് നമുക്ക് ഈ ഫിഗർ റീഡ്രോ ചെയ്തിട്ട് മെഷ് കറൻസ് മാർക്ക് ചെയ്യാം. മെഷ് കറൻസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് I1 ഈ ഡിറക്ഷനും I2 ഈ ഡിറക്ഷനാണ്. അപ്പൊ നമുക്ക് ഈ ഡിറക്ഷനിൽ തന്നെ നമ്മൾ മെഷ് കറൻസ് മാർക്ക് ചെയ്യണം. I1 ഡിറക്ഷൻ ഞാൻ ഇങ്ങനെ എടുത്തു ക്ലോക്ക് വൈസ്. ഇവിടെ I2 ഡിറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ് ഞാൻ എടുത്തത്. ഇതാണ് ഞാൻ I2 ആയിട്ട് എടുത്തത് കേട്ടോ. ഇനി ഈ സെന്ററിലത്തെ I3 ആയിട്ട് എടുത്തു, തേർഡ് മെഷ്. നമ്മൾ I2ന്റെയും I1ന്റെയും ഡിറക്ഷനിൽ മെഷ് കറൻസ് മാർക്ക് ചെയ്തു. ഇത് നമുക്ക് ഓരോ മെഷിനും KVL അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് മെഷിൽ ഞാൻ KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. KVL അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? V1 മൈനസ് ഇവിടെ ഈ റെസിസ്റ്റൻസ് എത്ര 1 ആണ്. അപ്പൊ 1 ഇൻറ്റു ഇത് കൂടെ പോണ കറന്റ് I1 മൈനസ് ഇവിടത്തെ റെസിസ്റ്റൻസ് 2 ഇൻറ്റു ഇവിടെ രണ്ട് കറണ്ട് വരുന്നില്ലേ, ഒരെണ്ണം ഈ ഡിറക്ഷനും ഇത് I3 ഇത് I1. അപ്പൊ രണ്ട് കറണ്ട് വരുന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് മെഷ് ആണ് കൺസിഡർ ചെയ്യണത് കൊണ്ട് തന്നെ അതിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അങ്ങനെ ആലോചിക്കാം. അപ്പോൾ അത് I1 ഞാൻ എടുത്തു. കാരണം ഞാൻ എന്തുകൊണ്ടാ, ഞാൻ ഫസ്റ്റ് മെഷ് ആണ് ഇപ്പൊ ചെയ്യണേ, അതുകൊണ്ട് ഞാൻ I1 എടുത്തു. I1നാണ് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കണേ. അപ്പൊ I1 മൈനസ് I3 ഈക്വൽ ടു V1 മൈനസ്, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, I1 മൈനസ് 2I1 മൈനസ് മൈനസ് പ്ലസ് ആവും, പ്ലസ് 2I3. ഇനി ഈ I1ഉം 2I1ഉം ഇത് I1 ആണ്, ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V1 മൈനസ് 3I1 പ്ലസ് 2I3 ഈക്വൽ ടു 0. ഇനി V1നെ ഈ സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V1 ഈക്വൽ ടു 3I1 മൈനസ് 2I3. അതാണ് ഇവിടെ എഴുതിയേക്കണേ. V1 ഈക്വൽ ടു 3I1 മൈനസ് 2I3. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. ഇനി നമ്മൾ മെഷ് 2 കൺസിഡർ ചെയ്യണം. ഇതാണ് നമ്മുടെ മെഷ് 1, ഇത് മെഷ് 2, ഇത് മെഷ് 3. അപ്പൊ ഇതിന്റെ ഡിറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇത് ക്ലോക്ക് വൈസ്, ഇതും ക്ലോക്ക് വൈസ്. അങ്ങനെയാണല്ലോ എടുത്തേക്കണേ. ഇനി നമ്മൾ മെഷ് 2 ആണ് കൺസിഡർ ചെയ്യാൻ പോണേ. KVL അപ്ലൈ ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ I2ന്റെ ഡിറക്ഷൻ ഇങ്ങനെയാണ് പോണേ. അപ്പൊ നമ്മൾ V2 സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ V2 മൈനസ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 2 ഇൻറ്റു ഇവിടെ നോക്കിയേ രണ്ട് കറണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ മെഷ് 1ന്റെ ഇക്വേഷൻ എഴുതിയപ്പോൾ നമ്മൾ I1, അതായത് ഞാൻ ഫസ്റ്റ് മെഷ് കൺസിഡർ ചെയ്യണോണ്ട് I1ൽ നിന്ന് I3 മൈനസ് ചെയ്തു. ഇവിടെ നോക്കിയേ, ഇവിടെ I2ഉം I3യും സെയിം ഡിറക്ഷനാണ്. നോക്കിയേ, I2 ഇങ്ങനെ ഫ്ലോ ചെയ്യണം, I3 ഇങ്ങനെ ഫ്ലോ ചെയ്യണം. സെയിം ഡിറക്ഷൻ അല്ലേ രണ്ടിന്റെ കറണ്ട്. അതുകൊണ്ട് നമ്മൾ I2 പ്ലസ് I3 ആയിരിക്കും എടുക്കുക. പക്ഷെ ഈ കേസില് മെഷ് 1ന്റെ കേസിൽ ഞാൻ എന്തുകൊണ്ടാ I1ൽ നിന്ന് I3 മൈനസ് ചെയ്തേ? I1 പോണത് ഈ ഡിറക്ഷനും I2 പോണത് ഈ ഡിറക്ഷനാ, ഓപ്പോസിറ്റ് ഡിറക്ഷനാണ് പോണത്. അതുകൊണ്ട് നമ്മളത് മൈനസ് ചെയ്തു. പക്ഷെ ഇവിടെ സെയിം ഡിറക്ഷനിൽ കറണ്ട് പോണത് കൊണ്ട് നമ്മൾ പ്ലസ് ആണ് ചെയ്യണം. അത് തെറ്റിപ്പോകരുത്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ എത്തി. ഈക്വൽ ടു 0. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V2 മൈനസ് 2I2 മൈനസ് 2I3 ഈക്വൽ ടു 0. ഇനി V2നെ ഈ സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോവാ, RHS സൈഡിലേക്ക് കൊണ്ടുപോവാ. അപ്പൊ 2I2 പ്ലസ് 2I3 ഇങ്ങനെ വരില്ലേ? അതന്നെയല്ലേ ഇവിടെ വന്നേക്കണേ. നോക്കിയേ, V2 ഈക്വൽ ടു 2I2 പ്ലസ് 2I3. അത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. നമ്മൾ ഫസ്റ്റ് മെഷ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു, സെക്കൻഡ് മെഷും കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് മെഷ് ആണ് ഉള്ളത്. തേർഡ് മെഷിന്റെ ഡയറക്ഷൻ, കറന്റ് ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ക്ലോക്ക് വൈസ് ആയിരുന്നു. നമുക്ക് തേർഡ് മെഷിന്റെ ഇക്വേഷൻ എഴുതാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഈ റെസിസ്റ്ററിന്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റെസിസ്റ്ററിന്റെ വാല്യൂ 1 ഇൻറ്റു മൈനസ്, അതായത് ഇങ്ങോട്ടേക്കല്ല പോണേ, മൈനസ് 1 ഇൻറ്റു കറന്റ് ഏതാ? I3 ഇൻറ്റു I3 മൈനസ് ഇവിടെ നോക്കിയേ,
നേരത്തെ സെക്കൻഡ് മെഷ് നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇതിൽ കൂടെ പോണ കറണ്ടിന്റെ ഡയറക്ഷനും ഇതിൽ കൂടെ പോണ കറണ്ടിന്റെ ഡയറക്ഷനും സെയിമാ. അതുകൊണ്ട് നമ്മൾ രണ്ട് കറണ്ടും ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ഇൻറ്റു ഇവിടെ ഞാൻ തേർഡ് മെഷ് കൺസിഡർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഞാൻ തേർഡ് മെഷ് എഴുതി I3 പ്ലസ് I2. ഇവിടെ പ്ലസ് എടുക്കണതിന്റെ കാര്യം മനസ്സിലായില്ലേ? കാരണം സെയിം ഡിറക്ഷനാണ് കറണ്ട് പോണത്, അത് മറക്കരുത്, തെറ്റിപ്പോരുത്. സെയിം ഡിറക്ഷനാണ് കറണ്ട് പോണത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്ലസ് ഇട്ടേക്കണം, തെറ്റിപ്പോരുത്. നമ്മൾ ബട്ടൺ ചുറ്റി ഇവിടെ എത്തി. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ -2 ഇൻറ്റു ഇവിടെ അതെ രണ്ട് കറണ്ട് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മെഷ് കൺസിഡർ ചെയ്ത പോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യണം. അതുകൊണ്ട് നമ്മളിത് മൈനസ് ആണ് ചെയ്യുക. അപ്പൊ ഞാനിവിടെ തേർഡ് മെഷിൽ നിന്നുകൊണ്ടാണ് ബട്ടൺ ചുറ്റണേ. അതുകൊണ്ട് ഞാൻ I3ന്ന് I1 മൈനസ് ചെയ്തു ഈക്വൽ ടു 0. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -I3 -2I3 -2I2 -2I3 പ്ലസ് 2I1 ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ എന്താ ചെയ്യണേ? I1ന്റെ ടേംസ് ഒരുമിച്ച് എഴുതാം, I2ന്റെ ടേംസ് ഒരുമിച്ച് എഴുതാം, I3യുടെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. അങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഇക്വേഷൻ? അങ്ങനെ എഴുതി വരാം നമുക്ക് 2I1 -2I2 -5I3 ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്താ ചെയ്യണേ? ഈ -5I3നെ നമ്മൾ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. 2I1 -2I2 ഈക്വൽ ടു -5I3 എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 5 പ്ലസ് 5I3 ആവും. 5I3. ഇനി I3 നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഈ 5നെ നമ്മൾ LHലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് എങ്ങനെ വരും ഇക്വേഷൻ? ഇവിടെ എഴുതാം. അപ്പോൾ I3 ഈക്വൽ ടു 2I1 -2I2 ബൈ 5. ഇത് നമ്മൾ തേർഡ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. അതാണ് ഇവിടെ എഴുതിയേക്കണേ, സെപ്പറേറ്റ് ആയിട്ട് എഴുതിയേക്കണതാണ്. I3 നമുക്ക് 2/5 I1 -2/5 I3, അതായത് 2I1 -2I2 ബൈ 5. അത് നമ്മൾ തേർഡ് ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇനി നമുക്കറിയാം നമ്മുടെ Z പാരാമീറ്റേഴ്സിന്റെ ഇക്വേഷൻ എന്താ? V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2, അതുപോലെ V2 is equal to Z21 I1 പ്ലസ് Z22 I2. ഇങ്ങനെയാണല്ലോ. പക്ഷെ ഇതില് I3 എന്ന് പറഞ്ഞ ടേം കാണാനില്ല. അപ്പൊ നമുക്ക് I3ന് ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇവിടെ I3 വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോ ഈ കിട്ടിയേക്കണ I3യുടെ വാല്യൂ ഉണ്ടല്ലോ, ഈ I3യുടെ വാല്യൂ ഇത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കും. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്കും സെക്കൻഡ് ഇക്വേഷനിലേക്കും ഈ I3 ഉണ്ടല്ലോ, ഈ I3യുടെ സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്മൾ തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് തേർഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിലേക്കും സെക്കൻഡ് ഇക്വേഷനിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ഇടാം. കാരണം നമുക്ക് I3 എന്ന് പറഞ്ഞ ഒരു ടേമിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? ആദ്യം തന്നെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? V1 ഈക്വൽ ടു 3I1 -2I3. ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ അതിൽ V1 ഈക്വൽ ടു 3I1 -2 ഇൻറ്റു, ഇനി നമ്മുടെ തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? 2I1 -2I2 ഡിവൈഡഡ് ബൈ 5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 3I1 -4I1, അതായത് പുറത്ത് വെക്കണ ആ 2 നമ്മൾ ഈ 2 നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്, ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 3I1 -4I1 പ്ലസ് 4I2 ഡിവൈഡഡ് ബൈ 5. നമ്മളിത് 5 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. എങ്ങനെ? 3I1 -4I1 ബൈ 5 പ്ലസ് 4I2 ബൈ 5. ഈ രണ്ട് ടേമിനും I1 ഉണ്ടല്ലോ, ഇത് നമ്മൾ ക്രോസ് ചെയ്യും. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് മാറ്റിയാണേ. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15I1 -4I1 ബൈ 5.
അത് +4i2/5. ഇതാണ് നമ്മുടെ V1. V1 നമുക്ക് കിട്ടി. അപ്പൊ V1ൽ നമുക്ക് I3യുടെ ടേംസ് ഒന്നും ഇല്ല. I1ഉം I2ഉം നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് ആവശ്യമുള്ള ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ V1 മാറ്റി വെച്ചു. V2ലേക്ക് നമ്മുടെ തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? V2 = 2i2 + 2i3. ഇതില് I3യുടെ അവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. V2 = 2i2 + 2 × 2i1 - 2i2/5. ഇത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ 2 ഇതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 2i2 + 4i1 + 4i2/5. ഇവിടെ I2ന്റെ ടേം ഉണ്ട്, ഇവിടെ I2ന്റെ ടേം ഉണ്ട്. ഇത് നമ്മൾ ഒരുമിച്ച് എഴുതും, ആഡ് ചെയ്യും. 6i2/5 പ്ലസ് ഈ 4i1/5. ഓക്കെ, നമ്മൾ അങ്ങനെ എഴുതി. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ V2 = ഇങ്ങനെ കിട്ടി. അപ്പൊ ആക്ച്വലി നമ്മുടെ Z പാരാമീറ്ററിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? V1 = Z11I1 + Z12I2. അതുപോലെ V2 = Z21I1 + Z22I2. ഇങ്ങനെയാണല്ലോ. പിന്നെ നമ്മള് നമ്മുടെ V1 ഇക്വേഷൻ, അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാണ് നമ്മുടെ V1ന്റെ ഇക്വേഷൻ. V1ന്റെ ഇക്വേഷനിൽ I1ന്റെ കോഎഫിഷ്യൻസ് നോക്കാം, I2ന്റെ കോഎഫിഷ്യൻസ് നോക്കാം. അതാണ് നമ്മുടെ എന്ത്? Z11ഉം Z12ഉം. അതുപോലെ നമ്മുടെ V2ന്റെ ഇക്വേഷൻ നോക്കാം. V2ന്റെ ഇക്വേഷനിൽ I1ന്റെയും I2ന്റെയും കോഎഫിഷ്യൻസ് നോക്കാം. അതാണ് നമ്മുടെ Z21ഉം Z22ഉം. അത് നമ്മൾ എന്നിട്ട് ഈ ഒരു ഫോമിൽ Z പാരാമീറ്റേഴ്സ്, നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു ഫോമിൽ എന്നിട്ട് എഴുതും. Z11, Z12, Z21, Z22. അത് നമ്മൾ അതായത് I1ന്റെയും I2ന്റെയും കോഎഫിഷ്യൻസ് മാത്രമായിട്ട് നമ്മൾ എടുത്ത് എഴുതും. ഇതാണ് നമ്മുടെ Z പാരാമീറ്റർ ഇക്വേഷൻ. ഓക്കെ, താങ്ക് യു.